ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു നിഹാ ഫ്രോക്ക് ഡിസൈൻസ്. ഇന്ന് നമ്മൾ ചെറിയൊരു സ്റ്റിച്ചിങ് വ്ളോഗും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. പിന്നെ നിങ്ങളെ വിലയിരുത്തലുകളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. കൂടെ തന്നെ നമ്മൾ കസ്റ്റമൈസ്ഡ് ആയിട്ട് ഫ്രോക്കും സ്കേർട്ടും ടോപ്പൊക്കെ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നതാണ്. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ കോഴിക്കോടുള്ളൊരു കസ്റ്റമറിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഡ്രസ്സ് ഡിസൈൻ ചെയ്തിട്ടെടുക്കുന്നത്. പട്ടുപാവാടയും പിന്നെ അതിലേക്ക് മേച്ചായിട്ട് തന്നെ ഒരു ക്രോപ്പ് ടോപ്പുമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഒരു 6 months ബേബിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫ്രോക്കും കൂടെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഓൺലൈനായിട്ട് കിട്ടിയിട്ടുള്ള ഒരു കസ്റ്റമർ ആയിരുന്നു. ഇതിന് മുമ്പ് ഞാൻ 2 ഫ്രോക്ക് ഇവർക്ക് വേണ്ടിയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ 2 മക്കൾക്കും തന്നെയാണ് നമ്മൾ ഈ ഒരു സ്കേർട്ടും ടോപ്പും പിന്നെ ഒരു ഫ്രോക്കും ചെയ്തെടുക്കുന്നത്. ഈ ഒരു ക്രോപ്പ് ടോപ്പ് എന്ന് പറഞ്ഞാൽ അടിയിൽ സ്കാലപ്പും പിന്നെ പീറ്റർ പാൻ കോളറൊക്കെ വെച്ചിട്ടുള്ള നല്ലൊരു അടിപൊളി ക്രോപ്പ് ടോപ്പാണ് ഈ ഒരു പട്ടുപാവടയ്ക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. മെറ്റീരിയലിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കസ്റ്റമർ തന്നെയാണ് നമുക്ക് മെറ്റീരിയൽ ചൂസ് ചെയ്തിട്ട് സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത്. നമുക്ക് ജസ്റ്റ് സ്റ്റിച്ചിങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മെറ്റീരിയലൊക്കെ അവർ തന്നെ സെലക്ട് ചെയ്തിട്ട് സെൻഡ് ചെയ്ത് തന്നതായിരുന്നു കേട്ടോ. 5 to 6 ഇയർ ബേബിക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്കേർട്ടും ടോപ്പും ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിൻ്റെ സ്കേർട്ട് പോർഷൻ അത്യാവശ്യം റേറ്റ് വരുന്നൊരു മെറ്റീരിയലായിരുന്നു. ഈ ഒരു ക്രോപ്പ് ടോപ്പിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും നമ്മൾ മുൻപ് അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ പോയിട്ട് കണ്ടു നോക്കുക. പിന്നെ നിങ്ങളെ കമൻറ്റുകളും ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ മുകളിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. പിന്നെ ഓൺലൈനിലായിട്ട് എങ്ങനെയാണ് കസ്റ്റമേഴ്സിന് കിട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഈ ഒരു കസ്റ്റമർ വന്നിട്ടുള്ളത് നമ്മുടെ ഷോർട്സ് കണ്ടിട്ടാണ്. നന്ദൂട്ടി ഇട്ടിട്ടുള്ള ഒരു ലാവൻഡർ ഫ്രോക്കിൻ്റെ പിക്ക് കണ്ടിട്ടാണ് ഈ ഒരു കസ്റ്റമറെ നമുക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ അവർക്ക് 2 ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഓണം ടൈം ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് സ്കേർട്ടും ടോപ്പും കൂടെ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നിട്ടുള്ളതാണ്. ആദ്യം ഇവർ മെറ്റീരിയൽ നമ്മളെടുത്ത് ചൂസ് ചെയ്യാനായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ഷോപ്പിൽ പോകുന്ന സമയത്ത് പിന്നെ പിക്കും കാര്യങ്ങളൊക്കെ സെൻഡ് ചെയ്ത് കൊടുത്തപ്പോൾ അവർക്ക് ഇഷ്ടമായിട്ടുള്ള മെറ്റീരിയൽ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കളറ് നമ്മൾ എത്ര ഫോട്ടോസ് ചെയ്ത് കൊടുത്താലും കറക്റ്റ് കളർ ആയിക്കൊള്ളുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ അവർ പറഞ്ഞു മെറ്റീരിയൽ ഞങ്ങൾ സെൻഡ് ചെയ്ത് തരാം, അഡ്രസ്സ് അയച്ചെന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ അഡ്രസ്സ് കൊടുത്തിട്ട് മെറ്റീരിയൽ അവർ തന്നെ ചൂസ് ചെയ്ത് സെൻഡ് ചെയ്ത് തന്നൊക്കെയായിരുന്നു. ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും ടിപ്സും ട്രിക്കൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ കയറിയിട്ട് നോക്കുക, അതേ രീതിക്കൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ ഈ ഒരു രീതിക്കാണ് കേട്ടോ നമ്മളെ ക്രോപ്പ് ടോപ്പിൻ്റെ താഴ്ഭാഗം വരുന്നത്. സ്കാലപ്പ് കട്ട് ചെയ്തെടുത്തിട്ട് സ്കാലപ്പ് ഇനി നമുക്ക് അതിൽ മാർക്ക് ചെയ്തിട്ട് എടുക്കണം. ഈ ഒരു രീതിക്ക് ഫുള്ളായിട്ട് മാർക്ക് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിലൂടെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു സ്കാലപ്പ് അടിയിൽ വരുന്നത് എനിക്കൊന്നുകൂടി സിമ്പിളായിട്ടാണ് കേട്ടോ തോന്നിയിട്ടുള്ളത്. നമ്മൾ സ്കേർട്ടൊക്കെ ക്രോപ്പ് ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ താഴ്ഭാഗം ലാസ്റ്റ് ഒന്നെങ്കിൽ ഒരു പീസ് വെച്ചിട്ട് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യണം, ഇല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഡ്രസ്സുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്തൊക്കെ എടുക്കണ്ടേ. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് ജസ്റ്റ് ഷേപ്പ് ചെയ്തെടുത്താൽ മാത്രം മതി. കാരണം സ്കാലപ്പ് നമ്മൾ ഈ ഒരു ലൈനിങ് വെച്ച് മറിച്ചെടുക്കുന്ന സമയത്ത് തന്നെ സ്റ്റിച്ച് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ പോകും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സിമ്പിളാണ്, പക്ഷെ കാണാനായിട്ട് നല്ല ലുക്കുമാണ്. ലാസ്റ്റ് ഞാനിതിൻ്റെ വീഡിയോസൊക്കെ ആഡ് ആക്കാം. ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് 6 മാസമായിട്ടുള്ള ഒരു ബേബിക്ക് കൂടെ ഉള്ള ഫ്രോക്ക് നമ്മളിതിൽ സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന് പറഞ്ഞില്ലേ, ആ ഒരു ഫ്രോക്കിനുള്ള പ്രിപ്പറേഷൻസാണ് ഇപ്പോൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇൻവിസിബിൾ സിപ്പ് വെക്കുന്ന വീഡിയോ കാണിക്കുമോ എന്നുള്ളത് ഒരുപാട് ആൾക്കാർ ചോദിച്ചൊരു കാര്യമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ചില വ്ളോഗിലൊക്കെയാണ് മിക്കവാറും ഇത് കാണിക്കാറുള്ളത്. കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല. ഇൻഷാ അല്ലാ ഉടൻ തന്നെ അപ്ലോഡ് ആക്കാം. പിന്നെ ഇതാണ് ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡ് കേട്ടോ. ആദ്യം ബിഗിനേഴ്സിനൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു രീതിക്ക് ചെയ്തെടുക്കാന്നുണ്ടെങ്കിൽ ഭയങ്കര സിമ്പിളാണ്. പിന്നെ നമ്മളോരോ മെത്തേഡുകൾ ഉപയോഗിച്ചിട്ട് ചെയ്തെടുത്താലും മതി. അപ്പോൾ ഞാൻ മിക്കവാറും ഫ്രോക്കുകളിലൊക്കെ ഈ ഒരു മെത്തേഡ് തന്നെയാണ് യൂസ് ചെയ്യാറുള്ളത്. ഇത് വെക്കാനായിട്ട് സിമ്പിളാണ് കേട്ടോ. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോണ കേസും കാര്യങ്ങളും അങ്ങനെയൊന്നുമില്ല. പിന്നെ കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിക്കോളും. അപ്പോൾ ആദ്യം ഈ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുക. പിന്നെ അതിന് മുമ്പ് തന്നെ ആദ്യം നമ്മൾ നല്ല ഭാഗം വെച്ചിട്ട് 1 ഇഞ്ച് കയറ്റിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് മാറിപ്പോകാതെ നല്ല നീറ്റായിട്ട് തന്നെ വൃത്തിക്ക് കിട്ടുള്ളൂ. പിന്നെ ബാക്കിയുള്ള ബാലൻസൊക്കെ എക്സ്ട്രാ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ചാൽ മാത്രം മതി. പിന്നെ രണ്ടാമത്തെ പീസ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് സിബിനെ ഒന്ന് ഇതേ രീതിക്ക് അടുപ്പിച്ച് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റക്കുറച്ചിലുകളില്ലാതെ കിട്ടും കേട്ടോ. ചില സിബുകൾ നമ്മൾ വെച്ച് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മുകൾ ഭാഗം ഇങ്ങനെ കയറിയിട്ടും ഇറങ്ങിയിട്ടും ഇരിക്കുന്നതൊക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറയുന്നത്.
അപ്പോൾ ഇനി ആ ബാക്കിയുള്ള ആ ഒരു പീസ് അതൊക്കെ നമുക്ക് കട്ട് ചെയ്തിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. പിന്നെ ഈ ഒരു സിബ് വെക്കുന്ന സമയത്ത് കുറച്ച് ടഫുള്ള കാര്യം എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ നിന്ന് ചിലപ്പോൾ അങ്ങോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പാടായിരിക്കും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അപ്പോൾ ഇതാണ് കേട്ടോ സ്കേർട്ടിൻ്റെ മെറ്റീരിയൽ വരുന്നത്. ഇതിപ്പോൾ ആ ഒരു സ്കേർട്ടിൻ്റെ നമ്മൾ അടിയിൽ ബോർഡർ വരുന്നുണ്ട്. അപ്പോൾ ആ അടിഭാഗത്തു നിന്നാണ് മുകളിലേക്ക് നമ്മൾ മാർക്ക് ചെയ്തെടുക്കുക, സ്കേർട്ട് കട്ട് ചെയ്യുന്ന സമയത്ത് ബോർഡർ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ ബാലൻസ് ഉള്ള ആ ഒരു പീസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിൽ ഈ ഒരു ഫ്രോക്കിൽ താഴെ ഭാഗത്ത് ബോർഡർ ഒന്നും വരുന്നില്ല. ഈ ഒരു പിന്നെ ചെറിയ ലീഫ് പോലത്തെ ലൈന് മാത്രമേ ഉള്ളൂ. സ്കേർട്ടിൽ നമുക്ക് അടിഭാഗത്ത് നല്ല അടിപൊളി ബോർഡറൊക്കെ വന്നിട്ടുള്ള ഒരു മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ സ്കേർട്ടിൻ്റെ വീഡിയോയും പിന്നെ അതുപോലെ തന്നെ ഫ്രോക്കിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ലാസ്റ്റ് ആഡ് ആക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ യോക്ക് പോർഷൻ്റെ പണി തീർന്നിട്ടുണ്ട്. പിന്നെ സ്കേർട്ട് പോർഷൻ നമ്മൾ ഫ്രില്ലൊക്കെ ഇട്ട് നീറ്റാക്കിയിട്ട് തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് തന്നെ അയൺ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ ആകുമ്പോൾ നമ്മളെ ഫ്രോക്കിന് നല്ലൊരു ഫിനിഷിങ് ലുക്കിൽ നമുക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ. പിന്നെ കണ്ടോ ഈ ഒരു രീതിക്ക് വെച്ചിട്ട് നമ്മൾ ഉള്ളിലേക്കാക്കിയിട്ട് നല്ല ഭാഗം വെച്ചിട്ട് ഇനി ഫുള്ളായിട്ടൊന്ന് റൗണ്ട് ചെയ്തെടുക്കുകയാണ്. പിന്നെ അതിന് ശേഷം നമുക്ക് ലൈനിങ് തയ്യൽ തുമ്പ് കാണാത്ത വിധത്തിൽ വെച്ചിട്ട് വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ വീഡിയോ ഒക്കെ ഒരുപാട് നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ സ്കേർട്ട് പോർഷന് നല്ല ഭാഗം വെച്ചിട്ട് നമ്മളിതാ ജോയിൻ ചെയ്തിട്ട് എടുക്കാണ് കേട്ടോ. പിന്നെ അങ്ങനെയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ മെയിൻ ഫാബ്രിക്കിൻ്റെ അടിഭാഗം ഫോൾഡ് ചെയ്തെടുക്കുകയാണ്. പിന്നെ ലൈനിങ്ങിൻ്റെ അടിഭാഗം കൂടി ഫോൾഡ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഡ്രസ്സിൻ്റെ കംപ്ലീറ്റ് പണികൾ ഇവിടെ തീർന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ക്രോപ്പ് ടോപ്പ് നല്ല രീതിക്ക് തന്നെ നമ്മൾ അടിപൊളിയായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ സ്കേർട്ടിൻ്റെ താഴെ കണ്ടോ നല്ല രീതിക്ക് തന്നെയാണ് ബോർഡറൊക്കെ വന്നിട്ടുള്ളത്. പിന്നെ അതിലേക്ക് മേച്ചായിട്ട് ഹെയർ ബോ പിന്നെ അതേപോലെ തന്നെ കട്ടാനായിട്ടുള്ള ബണ്ണും ഒക്കെ നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് മേച്ചായിട്ട് തന്നെ നമ്മളൊരു ഫ്രോക്കും കൂടെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കസ്റ്റമൈസ്ഡായിട്ട് ഫ്രോക്കും സ്കേർട്ടും ടോപ്പൊക്കെ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നതാണ്. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക.